നമസ്കാരം. പതിരും കതിരും. പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലും, പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും. ഈ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ട കുട്ടിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ CPMൻ്റെ നേതാക്കൾ. നിർഭയം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് ബേബി സാർ എവിടെയോ സഞ്ചിയും തൂക്കി അന്തർധാനം ചെയ്തു. അത് കേട്ട് പല ജില്ലാ കമ്മിറ്റികളും പിണറായിക്കും ഗോവിന്ദനുമെതിരെ തുറന്നടിക്കുകയാണ്. തുറന്നടിയുടെ ഫലം എന്താകുമെന്ന് അധികം വൈകാതെ അറിയാം. EMSഉം ചടയൻ ഗോവിന്ദനും VSഉം കോടിയേരിയും വരെ എത്രയോ പാർട്ടി സെക്രട്ടറിമാർ CPMനുണ്ടായി. അവരാരെങ്കിലും പെമ്പറന്നോത്തിയെ മത്സരിപ്പിച്ച് പാർട്ടിയെ നാണം കെടുത്തി തോൽപ്പിച്ചോ? പക്ഷേ ഗോവിന്ദൻ ഭാര്യയാണെൻ്റെ മാലാഖ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർത്തിക്കൊടുത്തു. ജനം അങ്ങോട്ട് തല്ലി ചെകിടും പൊളിച്ചു കൊടുത്തു. മാന്തളിര് പോലിരുന്ന ഗോവിന്ദ ദമ്പതികളുടെ കവിളിപ്പോൾ അടിവാങ്ങി മത്തങ്ങ പോലെ വീർത്തു. സത്യത്തിൽ വർഗവഞ്ചകരൊക്കെ ഗോവിന്ദന് വെറ്റേമ്മാനും കോടിമുണ്ടും നൽകി അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ. ലോകത്താരും അറിയാതെ കണ്ണൂർ കോട്ടയിൽ പാർട്ടിക്കൊടിയും പിടിച്ചു നടന്ന രണ്ടു മനുഷ്യർ ഇതാ കേരളമാകെ അറിയപ്പെട്ടവരായി. ഒരു പഞ്ചായത്തംഗം പോലും ആകുമെന്ന് അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നിയമസഭാ സാമാജികരായി. അവർ സ്വന്തം കാറിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും കറങ്ങുമ്പോൾ ഉള്ള കാറും പിണറായി കൊണ്ടുപോയ അവസ്ഥയിൽ ഗോവിന്ദൻ വള്ളിച്ചെരുപ്പുമിട്ട് വഴിയിലൂടെ നടന്നു പോകുന്നു. അവർ ചെളി തെറിപ്പിച്ച് കാറിൽ കടന്നു പോകുമ്പോൾ കൊടിയേറ്റത്തിലെ ഗോപിയെപ്പോലെ ഗോവിന്ദൻ ചോദിക്കും, ഹോ എന്തൊരു സ്പീഡ്. വർഗവഞ്ചകരെ 3 എണ്ണത്തിനെയാണ് ഗോവിന്ദൻ നിയമസഭയ്ക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത്. BJPയുടെ 3 എണ്ണം വേറെ. കുഞ്ഞുകൃഷ്ണനും TK ഗോവിന്ദനും പിണറായി വിജയനോട് ഇപ്പോഴും സ്നേഹമുള്ളവരാണ്. അതിനാൽ അവർ പിണറായി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും ഉചിതം. G സുധാകരൻ സർവ്വലോക ചെറ്റകളുടെ നാമത്തിലും പ്രതിജ്ഞ ചെയ്യട്ടെ. ചെറ്റക്കുടിലിൽ കിടക്കുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ആ പ്രസ്താവന കേട്ട് പിണറായി സഭയിലിരുന്ന് ചമ്മണം. പിണറായി കാരണം രാഷ്ട്രീയ ശത്രുക്കൾ എത്ര എണ്ണമാണ് ഗതി പിടിച്ചത്. KK രമയൊക്കെ ഏത് ലെവലിലെത്തി. പാർട്ടിക്കുള്ളിൽ നിർഭയം നിരന്തരം അഭിപ്രായം പറയാൻ അനുവാദം നൽകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ പാർട്ടിയുടെ ഒരവസ്ഥ. പല ജില്ലാ കമ്മിറ്റികളും ഗോവിന്ദനെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോൾ കൻ്റോൺമെൻറ്റ് ഹൗസ് കിട്ടി. ഗോവിന്ദൻ ഹൗസ് വൈഫിൻ്റെ മുതൽ ലോക്കൽ കമ്മിറ്റിയുടെ വരെ തെറി വാങ്ങി കൂട്ടുകയാണ്. ആശയം മുഴുത്തതായതുകൊണ്ടോ അടിമകളായ കുറേ എണ്ണം കൂവാനും കത്തിക്കാനും കൊടിപിടിക്കാനും കൂടെയുള്ളത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല ഗോവിന്ദ. പാർട്ടി ഭരിക്കുന്നവനും ഭരണം നടത്തിയവനും ജനാധിപത്യ മര്യാദയും മനുഷ്യത്വവും വകതിരിവും വേണമായിരുന്നു. എങ്കിലേ ഈ പാർട്ടി ഗുണം പിടിക്കൂ. നേരിയ ഭൂരിപക്ഷത്തോടെ പിണറായി തന്നെ ഭരിക്കുമെന്ന് വിശ്വസിച്ചവർ പോലും ആ ചുവന്ന കൊടിയുടെ പഴയ സത്യസന്ധതയിൽ വിശ്വസിച്ചു പോയവരും ഭ്രമിച്ചവരുമാണ്. നരൻ സിനിമയിലെ മുള്ളൻകൊല്ലി വേലായുധൻ ഒരു പത്തലടിച്ച് നാട്ടിയിട്ട് ഇത് തൻ്റെ ഏരിയയായി പ്രഖ്യാപിക്കും പോലെ പാർട്ടിക്കൊടി നാട്ടിയ ഇടങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ കരുതി നാട്ടുകാരെല്ലാം അടിമകളായി എക്കാലവും കഴിഞ്ഞുകൂടുമെന്ന്. കേരളത്തിൽ വിപ്ലവത്തിൻ്റെ വംശഹത്യ നടത്തിയിരിക്കുകയാണ് ഗോവിന്ദനും പിണറായി വിജയനും. എങ്ങനെയാണ് എന്നിട്ടും ഇത്ര സേഫായി ഇവർ രണ്ടുപേരും പാർട്ടിയിലിരിക്കുന്നത്? ആഞ്ഞടിച്ചു, വറുത്തുകോരി, പൊട്ടിത്തെറിച്ചു. ഇങ്ങനെയൊക്കെ ചില ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കേട്ടതല്ലാതെ ഒരു ചുക്കും സംഭവിക്കുന്നില്ല. അതാണ് ഈ പിണറായി കാലത്തെ പാർട്ടി. ബീഡിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാനെന്ന അരാജകത്വത്തിൻ്റെ ഭാഷയിൽ നിന്നും കോടികളുണ്ടോ സഖാവെ മാസപ്പടി എടുക്കാൻ എന്ന അവസ്ഥയിലെത്തി പാർട്ടി. ഇപ്പോഴും ഇവന്മാർ പ്രത്യയശാസ്ത്രത്തെപ്പറ്റിയും ആശയത്തെപ്പറ്റിയും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഏത്തവാഴ വരെ ചിരിക്കും. മാർക്സിസം എന്ന് കേൾക്കുമ്പോൾ മരമാക്രികൾ വരെ കോക്രി പിടിക്കും.